A is to B equal to 1 is to 3, B is to C equal to 5 is to 4, C is to D equal to 2 is to 3 ആയാൽ A is to B is to C is to D എത്ര? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A is to B is to C is to D ആണ്. അപ്പൊ നമുക്ക് ഇവിടെ A is to B തന്നിട്ടുണ്ട് 1 is to 3, B is to C തന്നിട്ടുണ്ട് 5 is to 4, C is to D തന്നിട്ടുണ്ട് 2 is to 3. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A is to B is to C is to D ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെയും 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 ഇവിടെ എല്ലാം ഒഴിഞ്ഞടക്കുവാണ്. അപ്പൊ നമുക്കത് ഫില്ല് ചെയ്യണം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ റോയിലെ ഈ വരിയില് ഇതിനടുത്ത് കിടക്കുന്ന ഏതാ നോക്കുക. ഇതിനടുത്ത് കിടക്കുന്നത് 3 ആണ്, 3 എഴുതുക. ഇതിനടുത്ത് കിടക്കുന്നത് 3 ആണ്, 3 എഴുതുക. ഇനി ഈ റോയില് ഇതിനടുത്ത് കിടക്കുന്നത് 5 ആണ്, 5 എഴുതുക. ഇതിനടുത്ത് കിടക്കുന്നത് 4 ആണ്, 4 എഴുതുക. ഇനി അടുത്ത റോയില് ഇതിനടുത്ത് കിടക്കുന്നത് 2 ആണ്, 2 എഴുതുക. ഇതിനടുത്ത് കിടക്കുന്നത് 2 ആണ്, 2 എഴുതുക. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 10 is to 5 × 3 15, 15 × 2 30 is to 3 × 4 12, 12 × 2 24, 4 × 3 12, 12 × 3 36. ഇനി ഇത് നമുക്ക് 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. അപ്പൊ 5 is to 15 is to 12 is to 18 എന്ന് കിട്ടും. ഇതാണ് A is to B is to C is to D എന്ന് പറയുന്നത്.